നിനക്ക് വിരോധമായി ശത്രു എഴുതിയതും മനുഷ്യൻ എഴുതി. എന്തോ സംതിങ് ഹാപ്പൻഡ്. ഇതിനകത്ത് എന്തോ അസാധാരണമായ കാര്യങ്ങൾ നടക്കുന്നു. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യാൻ. ഇതുവരെ പോകാത്തൊരു യാത്ര നിനക്ക് ഒരുക്കാൻ പോകുന്നു. ഇതുവരെ കേറാത്ത കപ്പലേമി കയറുന്നു. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തില് മെലിത്തെ എന്ന് പറഞ്ഞ ദ്വീപിച്ചു. മെലിത്തെ എന്ന് പറഞ്ഞ് ദ്വീപിച്ചെന്നപ്പം അവിടെ ഒരു പാമ്പ് വെളിപ്പെട്ടു. എന്തോ ഒരു പാമ്പ്. നമ്മളല്ലോ അതിനെ കണ്ട 25 കൊല്ലമായിട്ട് ആ പാമ്പിൻ്റെ പുറകെയാ. ശാസിച്ചപ്പോൾ പാമ്പ് വടക്കോട്ട് മാറി, ശാസിച്ചപ്പം പാമ്പ് തെക്കോട്ട് മാറി എന്നൊന്നും പൗലോസ് പറഞ്ഞില്ല. കയ്യെ ഞാൻ പാമ്പിനെ. നാട്ടുകാർ കഥ പറഞ്ഞു. ഇത് കോപവാ. സ്തോത്രം. ഇത് കോപവാ. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും വിടുന്നു ഇതിനെ. ഇവനെ കൊണ്ടെയ്ത് പോകുമെന്ന് പറഞ്ഞപ്പോൾ പൗലോസ് സിമ്പിളായിട്ട് അതിനെ കുടഞ്ഞ് അങ്ങോട്ട് കളഞ്ഞു. എന്നിട്ട് പൗലോസ് പാമ്പിൻ്റെ വിഷം ഇറക്കാൻ വിഷകാരിയെ തപ്പി പോവല്ല. പൗലോസ് സ്തോത്രം 276 പേർക്ക് താമസിക്കാൻ പറ്റിയ ഡൈനിങ് ടേബിൾ ഉണ്ടെന്നാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള ഡൈനിങ് ഹാൾ എവിടെ ഉണ്ടെന്ന് തപ്പുക. അപ്പോൾ പറഞ്ഞു പുബ്ലിയോസ് എന്ന് പറയുന്ന ഒരു പുള്ളി. സ്തോത്രം. പുള്ളിയുടെ വീടുണ്ട്. പുള്ളിക്ക് ഭയങ്കര കിച്ചണും ഭയങ്കര ഡൈനിങ് ഹാളുമാണ്. 276 പേരെ ഒന്നിച്ചിരുത്തി ഫുഡ് കൊടുക്കാൻ. അതുണ്ടേലും മനസ്സൂടെ വേണം. 276 പേരെ ഇരുത്തി എന്ത് ചെയ്തു? ഫുഡ് കൊടുക്കുക. അപ്പോൾ ഫുഡ് കൊടുക്കുന്നതിനിടയിൽ പുബ്ലിയോസിൻ്റെ വീട്ടിൽ വിഭവം നടക്കുക. എൻ്റെ ചിന്തയാ. ചപ്പാത്തിയും ചിക്കൻ കറിയും വിളമ്പിയപ്പോൾ ചോദിച്ചു സ്വതന്ത്രം അപ്പച്ചൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അകത്ത് പനിയും അതിസാരവും പിടിച്ച് കൊറോണ ആയിരിക്കും ചിലപ്പോൾ. ഉണ്ടെന്നില്ല. ആപ്പിളോ തക്കാളിയോ എല്ലാം ആയിരിക്കും. പൗലോസ് അകത്തോട്ട് എന്ന് പുബ്ലിയോസ് അവൻ്റെ തലയിൽ എന്ത് ചെയ്തു? കൈവച്ച്. അപ്പോസ്തലപ്രവൃത്തി എടുത്ത് പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും 28:8. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് പുബ്ലിയോസ് അകത്തോട്ട് പോകുന്നേ കാണാം. അപ്പൊ പൗലോസ് ചോദിച്ചു എന്നാന്ന് ചോദിച്ചു. അത് അപ്പച്ചൻ സീരിയസ് ആയിട്ട് കിടക്കുക. പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ അകത്തി എന്ന് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈവച്ച് പൗലോസ് എന്ന് പ്രാർത്ഥിച്ചു കൈ അങ്ങോട്ട് വെച്ചു. സൗഖ്യം വരുത്തി. ഉടനെ സൗഖ്യമായി. ഇത് ബൈബിളിൽ നമുക്ക് ചെയ്യാനാ തന്നേക്കുന്നത്. സ്വതന്ത്രം. പ്രാർത്ഥിച്ച കൈവെക്കാൻ നേരത്ത് വല്ല പോരി എനിക്ക് അടിക്കുമെന്ന് വിചാരമുള്ളവരെ വെക്കരുത്. എൻ്റെ ബ്രദറെ അവിടെ പോയി പ്രാർത്ഥിച്ചു വന്നപ്പം മുതൽ എളിക്കൊരു പിടുത്തം. എനിക്ക് അന്നേരം ഞാൻ കണ്ടതാ ഒരു കറുത്ത ശക്തി എനിക്കെതിരെ. നീ പ്രാർത്ഥിക്കാൻ പോകാതിരി. നീ കറുത്ത ശക്തിയെ കണ്ടിട്ടുള്ളൂ, വെളുത്ത ശക്തിയെ നീ കണ്ടിട്ടില്ല. അങ്ങനല്ല. പൗലോസ് 6000 ഭൂതത്തെ അഴിച്ചപ്പം ഭൂത യേശുവിൻ്റെ പുറകെ വന്നു. അവിടെ മിണ്ടുന്നില്ലല്ലോ. വന്നോ? നീ അവിടെ വെച്ച് അഴിച്ചു വിട്ട സാധനം നിന്നെ ഇവിടത്തിലൊന്നും പറഞ്ഞില്ല. സ്തോത്രം. എപ്പോഴും ഓർക്കണം, ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇവിടെ ചിലരൊക്കെ പറഞ്ഞാൽ നമ്മൾ പുള്ളി ഭയങ്കര കഴിവുള്ള ആളാണ്, രോഗിയൊക്കെ സൗഖ്യമാക്കും. അതെന്തോ കഴിവാണ്, എനിക്കറിയത്തില്ല. സ്തോത്രം. അങ്ങനെ ഒരു കഴിവല്ല, ഇത് കൃപയാ. അപ്പം ശ്രദ്ധിക്കണം. അപ്പം അവിടെ എന്ത് ചെയ്തു? പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ അകത്തി എന്ന് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവര് ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഈ ശുശ്രൂഷ തന്ന സമ്മാനമൊക്കെ കിട്ടും. എന്തോ അണ്ണ് കടിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ കുറേ നാളായിട്ട് പുബ്ലിയോസിന്റെ അപ്പനെ കാണുന്നില്ല. ഇപ്പം ഈയിടെ കുറേ ആൾക്കാർ അവിടെ ആഹാരം കഴിക്കുന്നു. പുബ്ലിയോസിന്റെ അപ്പൻ സിറ്റ് ഔട്ട് ഇരിക്കുന്നു. അപ്പം നാട്ടുകാർ ചെന്ന് ചോദിച്ചു, അകത്ത് കൈവച്ച് പ്രാർത്ഥിച്ച സൗഖ്യമാവുന്ന ഒരാളുണ്ട്. 5 മിനിറ്റ് കൊണ്ട് നാട്ടിൽ വാട്ടർ വളർന്നു, രോഗിയെല്ലാം വന്നു, സൗഖ്യമായി. പോകാൻ നേരത്തെ എല്ലാവരും സമ്മാനം. അപ്പം അപ്പൻ ചോദിച്ചു എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചു. പൗലോസ് പറഞ്ഞു കപ്പലേലാ വന്നേ. എന്ത് അതങ്ങ് തകർന്നു പോയെന്ന് പറഞ്ഞു. അപ്പം പുബ്ലിയോസിന് അപ്പൻ പുബ്ലിയോസിനോട് പറഞ്ഞു നിന്റെ റേഞ്ചിൽ നിന്ന് തപ്പടാ ഉപദേശിക്കുവാൻ കപ്പൽ. അപ്പോൾ പറയാം അശ്വചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പൽ വെയിറ്റ് ചെയ്ത് കിടക്കുക. ഞാനൊരു ദൂതനെ പൊളിഞ്ഞു പോയതിനെ ചൊല്ലി കരയല്ലേ, വേറെ റേഞ്ചിലുള്ള ചിന്ത വരിക. ഒരു ആമയും വരുന്നില്ല. ഞാൻ ഇനി നിങ്ങൾക്ക് സ്തുതിക്കാൻ ഒരു കാര്യം കൂടെ പറയാം. പൗലോസിനെ തടവുകാരനാക്കി പൗലോസിനെ കപ്പലിൽ വിട്ടപ്പം പൗലോസിനെ ഒതുക്കാനുള്ള എല്ലാ രേഖയും ആ കപ്പലിലുണ്ട്. ആ കപ്പലിന്റെ പലക വരെ പൊളിച്ച് എന്തിനാ? ഇനി പൊങ്ങി വരാതെ വണ്ണം ആ രേഖയെ ആഴക്കടലിൽ താഴ്ത്തി.
ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് അതൂത്, നിനക്ക് വിരോധമായി ശത്രു എഴുതിയതും മനുഷ്യൻ എഴുതി. ഓ എന്തോ സംതിങ് ഹാപ്പൻസ്. ഇതിനകത്ത് എന്തോ അസാധാരണമായ കാര്യങ്ങൾ നടക്കുന്നു. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ. നിനക്കെതിരെ ചമച്ച ചില രേഖകൾ, ചില വിരോധ എഴുത്തുകൾ, ചില വിരോധ പോരാട്ടങ്ങളെ എൻ്റെ ദൈവം എനിക്കെന്തോ ദൈവാത്മാവിയുടെ ഉറപ്പ് തരിക. യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ പോകാത്തൊരു യാത്ര നിനക്ക് ഒരുക്കാൻ പോകുന്നു. ഇതുവരെ കേറാത്ത കപ്പലിൽ നീ കയറുന്നു. ഇതുവരെ ഇരിക്കാത്ത ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കുന്ന നിന്നോട് ആ ദൂത് നിനക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. നിനക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്യ, സ്തുതിക്കാമെങ്കിൽ സ്തുതിക്ക. നഷ്ടപ്പെട്ടതിനേക്കാൾ വലുത്, തകർന്നു പോയതിനേക്കാൾ വലുത്, കുത്തിപ്പൊളിച്ചതിനെ. ഇനി ഒറ്റ ദൂതിലൂടെ പറയാം. നോക്കിയേ, കപ്പലെ കയറിയ ചൊവ്വ അക്കരെ ചെല്ലാത്തവൻ പലകമേൽ അക്കരെ എത്തി. ഞാനൊരു ദൂത് പറയാം. ദൈവം ചില കാര്യങ്ങൾ പൊളിച്ചാൽ നിനക്ക് രക്ഷപ്പെടാനുള്ള റൂട്ട് വേറെയാണ്. ഒരാമയും വരുന്നില്ല. യിരെമ്യാവിന്റെ 2ാമത്തെ പ്രാർത്ഥന കേട്ടോണം. കർത്താവേ, വായിക്കാൻ സമയമെടുക്കുന്നില്ല, എന്നെ രക്ഷിക്കണേ. നീ എന്നെ രക്ഷിച്ചാൽ ഞാൻ രക്ഷപ്പെടും. അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്ത് പറ, നീ രക്ഷപ്പെടുമെന്ന് പറ. ഇവിടെ ഇരിക്കുന്ന ചതിരോട് ദൈവാത്മാവ് പറയുക, നീ രക്ഷപ്പെടാൻ പോവാ. നിന്റെ സന്തതി രക്ഷപ്പെടാൻ പോവാ. ഓ ജീസസ്, തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ്.